കണ്ണൂർ അഴീക്കൽ തീരത്തിനു സമീപം ചരക്ക് കപ്പലിന് തീപിടിച്ച സംഭവത്തിൽ കപ്പലിലെ 4 പേരെ കാണാതായതായി ഡിഫൻസ് PRO അതുൽ പിള്ളൈ അറിയിച്ചു. മറ്റുള്ളവർക്ക് പൊള്ളലേറ്റിട്ടുണ്ടെങ്കിലും സുരക്ഷിതരാണെന്നും അദ്ദേഹം പറഞ്ഞു. ആസ് ഓഫ് നൗ കോസ്റ്റ് ഗാർഡിന്റെ ഒരു 5 ഷിപ്പ് അവിടെ പോയിട്ടുണ്ട്. നേവിയുടെ 2 ഷിപ്പും ഏരിയയിലോട്ട് പോയിട്ടുണ്ട്. അതല്ലാതെ നേവിയുടെയും ഇന്ത്യൻ നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെ ഡോണിയർ എയർക്രാഫ്റ്റ് ഏരിയൽ സർവൈലൻസ് ചെയ്തുകൊണ്ടിരിക്കുക ആ ഏരിയയിലോട്ട്. ഷിപ്പില് 22 ക്രൂവിന്ന് 18 പേര് ഷിപ്പിനെ അബാൻഡൻ ചെയ്ത് ജമ്പ് ചെയ്തിട്ട് ലൈഫ് ക്രാഫ്റ്റിലാണ്. അവര് സേഫാ, പക്ഷെ അവർക്ക് ബേൺ ഇഞ്ചറീസ് ഉണ്ട്. 4 പേര് മിസ്സിംഗ് ആണ്. ഇപ്പൊ ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ 4 പേരെ കണ്ടുപിടിക്കാൻ പാരലലി ഈ ഷിപ്പിന്റെ ഫയറിനെ എക്സ്റ്റിംഗ്വിഷ് ചെയ്യുക എന്നുള്ള നമ്മുടെ സെക്കൻഡ് ഒബ്ജക്റ്റീവ്. അതിനുവേണ്ടി ഈ കോസ്റ്റ് ഗാർഡിന്റെ ഷിപ്പ് ആ ഒരു കോൺഫിഗറേഷനിലാണ് പോയേക്കുന്നത് ഫയർ ഫൈറ്റിംഗ് ചെയ്യാൻ വേണ്ടി. ഈ കണ്ടെയ്നേഴ്സിനകത്ത് എന്തോ ഉള്ളതെന്ന് വെച്ചാൽ അത് ഈ ഷിപ്പിംഗുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസേഴ്സിനെ അത് പറയാൻ പറ്റുള്ളൂ. ഈ കണ്ടെയ്നേഴ്സിനകത്ത് എന്തോ ഉള്ളതെന്ന് അത് ഷിപ്പിംഗ് അവരുടെ മാനിഫെസ്റ്റോ നോക്കിയിട്ട് അല്ലെങ്കിൽ ആ കമ്പനിക്ക് പറയാൻ പറ്റില്ല കണ്ടെയ്നേഴ്സിനകത്ത് എന്തോ ആയിരുന്നുള്ളത്. ആസ് ഓഫ് നൗ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് 2-3 ഒബ്ജക്റ്റീവ്സ്, ഒന്ന് ക്രൂവിനെ രക്ഷപ്പെടുത്തുക, രണ്ടാമത്തേത് എങ്ങനെയെങ്കിലും ഫയർ എക്സ്റ്റിംഗ്വിഷ് ചെയ്യുക. ഇപ്പൊ ഫയർ എക്സ്റ്റിംഗ്വിഷ് ആയി കഴിഞ്ഞെങ്കിൽ ഈ ഷിപ്പിന്റെ കമ്പനിക്കാരോട് അവർ ഓൾറെഡി ടോയിങ്ങിന് വേണ്ടിയുള്ള ഇത് അവർ റിക്വസ്റ്റ് പോയിട്ടുണ്ട്. അവര് ടോ ചെയ്തിട്ട് ഈ ഷിപ്പിനെ ഏറ്റവും അടുത്ത പോർട്ടിലോട്ട് എത്തിക്കുക, ഈ അതിനെ അസിസ്റ്റ് ചെയ്യുക. നമുക്ക് ഇവിടെ മാരിടൈം ഓപ്പറേഷൻ സെന്റർ ഉണ്ട് കൊച്ചിയിൽ. അപ്പൊ ഒരു 10:30 ആയപ്പോ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടി മെർച്ചന്റ് ഷിപ്പിലൊരു മെർച്ചന്റ് ഷിപ്പ് ഫയറില് ഡേഞ്ചർ ആണെന്ന് പറഞ്ഞ് അതനുസരിച്ച് നമ്മൾ മുമ്പോട്ടുള്ള ആക്ഷൻസ് ചെയ്ത്. ഇനി അവിടെ എങ്ങനെ തീ പിടിച്ചെന്നൊക്കെ അത് ആ ക്രൂവിനെ എക്സാക്ട്ലി പറയാൻ പറ്റുള്ളൂ. ആസ് ഓഫ് നോ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുക. ക്രൂവിനെ എങ്ങനെ രക്ഷപ്പെടുത്തിയിട്ട് നിയറസ്റ്റ് ഹാർബറിലോട്ടോ അല്ലെങ്കിൽ അവിടോട്ട് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഓപ്പറേഷൻ ഓൺഗോയിങ് ആയിട്ട്.